വികസനത്തിനായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഈ വ്യാജ ആരോപണങ്ങൾ, അര ദിവസത്തെ ആയുസ് പോലും ഇല്ലാത്ത ആരോപണങ്ങൾ ദയവായിട്ട് മാധ്യമങ്ങൾ ഇത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് എനിക്ക് പറയുന്നത്. ഒരു കാര്യവുമില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയിലേക്ക് ആളുകൾ വരുന്നതിനെ ഞങ്ങള് എല്ലാ പാർട്ടിയിൽ നിന്നും ഞങ്ങളുടെ ആളുകൾ വരുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് മാത്രമേ ആളുകൾ വരാവൂ എന്ന് ശാഠ്യം പിടിക്കരുത്. CPM അങ്ങനെ ഒരു ശാഠ്യം പിടിക്കരുത്. മാധ്യമങ്ങളും അങ്ങനെ ശാഠ്യം പിടിക്കരുത്. കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, LDFൽ നിന്നും ആളുകൾ വരും, നേതാക്കന്മാർ വരണം. അതിനുവേണ്ടി കാര്യങ്ങൾ നടക്കുമ്പോൾ ഉടനെ CPM BJP ധാരണ എന്ന് എന്താണ് പറയുന്നത്? കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം വന്നപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചില്ലല്ലോ. എല്ലാ പാർട്ടികളിൽ നിന്നും ആളുകൾ BJPയിലേക്ക് വരും. അത് തുടർച്ചയായിട്ട് ഈ ജൂൺ 4-ന് ശേഷം വ്യാപകമായ നിലയിൽ ആളുകൾ BJPയിലേക്ക് വരും. അപ്പോൾ വെറുതെ കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. LDFും UDFും തകർച്ചയുടെ വക്കിലാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി അത് പൂർണ്ണമായിട്ടുള്ള തകർച്ചയിലേക്ക് പോകും. അല്ല, ഞാൻ നേരെ രാവിലെ പറഞ്ഞല്ലോ, EP മാത്രമല്ല, EP-യുടെ ഒരു പേര് മാത്രമല്ല, നിങ്ങളിപ്പോൾ പുറത്ത് കേട്ട പേരുകൾ മാത്രമല്ല, ഒരിക്കലും BJPയിലേക്ക് വരില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും BJPയിൽ വരാൻ തയ്യാറായി നിൽക്കുകയാണ്. കാരണം കോൺഗ്രസിലുള്ള വിശ്വാസം UDFിലെ പല കക്ഷികൾക്കും നഷ്ടമായിരിക്കാം. കോൺഗ്രസിന് രാജ്യത്തെ നയിക്കാൻ കഴിയില്ല. കോൺഗ്രസ് ഒരു മുങ്ങുന്ന കപ്പലാണ്. കോൺഗ്രസിന്റെ കൂടെ നിന്നാൽ ഇനി കേരളത്തിൽ മറ്റു പല കക്ഷികൾക്കും യാതൊരു തരത്തിലുള്ള ഭാവിയും ഉണ്ടാവില്ല എന്ന് അവർ നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. LDFലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. LDFന്റെ പല മണ്ഡലങ്ങളിലും, CPI മത്സരിക്കുന്ന പല മണ്ഡലങ്ങളിലും, മറ്റ് കക്ഷികൾ മത്സരിക്കുന്ന പലയിടത്തും CPM വലിയ തോതിൽ നിസ്സംഗത പാലിക്കുക. ഇപ്പം മുന്നണിക്കകത്ത് രണ്ട് മുന്നണികളിലും വലിയ തർക്കങ്ങളുണ്ട്. അല്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതൊക്കെ പല തലത്തിൽ പല ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഒരാൾ ചർച്ച നടത്തുമ്പോഴേക്കും തീരുമാനമാകുമ്പോഴല്ലേ എല്ലാവരും ഒരുമിച്ച് വരുന്നത്. എന്താണ് ഇത്ര കാര്യമുള്ളത്? പല ആളുകളും കേന്ദ്രതലത്തിലുള്ള ആൾക്കാർ പല ആളുകളായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, സംസ്ഥാനത്ത് തന്നെ പല ആൾക്കാരും പലയായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ഇതിൽ ഇത്ര വലിയൊരു മഹാ അത്ഭുതം എന്താണ് ഇരിക്കുന്നത്? EP ജയരാജൻ തന്നെ അത് പറഞ്ഞല്ലോ. അല്ല, അങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞു, EP ജയരാജൻ എന്നുള്ള പേരിൽ മാത്രം നിൽക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. EP ജയരാജനും K സുധാകരനും മാത്രമാണ് നിങ്ങളിപ്പോൾ പറയുന്നത്. അങ്ങനെ അല്ലാത്ത കുറെ പേരും കൂടി ഉണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് അന്വേഷിക്കണം. അവര് മാത്രമല്ല, സുധാകരനും ജയരാജനും മാത്രമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന പേരുകൾ. ബാക്കിയുള്ള പലരെ പറ്റിയിട്ട് അല്ല, രണ്ടു കൂട്ടരിലും പല ആൾക്കാരും ഉണ്ടല്ലോ. അവർക്കൊക്കെ ഇനി എന്താണ് ഭാവിയുള്ളത്? ചിലർക്കൊക്കെ ഇപ്പൊ സീറ്റ് കൊടുത്തു, കൊടുക്കാത്ത പലരും ഉണ്ട്. അല്ല, CPMൽ നേരത്തെ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. ധനകാര്യമന്ത്രിയായിരുന്ന വിശ്വനാഥ മേനോൻ BJP ചേർന്നിട്ടില്ലേ? കോൺഗ്രസ്സുകാർ അതൊന്നും കാണാത്ത എന്താണ്? പിന്നെ അൽഫോൺസ് കണ്ണന്താനം CPMന്റെ MLA ആയിരുന്നില്ലേ? ബംഗാളിൽ മുഴുവൻ CPMമാരാണ് BJP ചേർന്നത്. ത്രിപുരയിൽ മുഴുവൻ CPMമാരാണ് BJP ചേർന്നത്. CPM ഇങ്ങനെ പറഞ്ഞു പരത്തുകയാണ് ഞങ്ങളത് ഭയങ്കര ഇരുമ്പൊലക്ക പോലെയാണ്. ഒന്നുമല്ല. CPMലൊക്കെ ആളുകൾ ഇങ്ങനെ ആടി നിൽക്കുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടപടലം CPMൽ നിന്ന് ആളുകൾ BJPയിൽ വരും. അല്ല, ആ പ്രത്യയശാസ്ത്രത്തോട് വിട പറഞ്ഞിട്ടാണെന്ന് ആളുകൾ വരുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ CPM പ്രത്യയശാസ്ത്രമാണ് ഇവിടെ നടക്കുന്നതെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഈ ഒരു വാചകമുണ്ടല്ലോ, ഈ സത്യാനന്തര കാലത്ത് എന്താണ് സഖാക്കളെ, നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ പിണറായി വിജയൻ നടത്തുന്നത് പ്രത്യയശാസ്ത്രപരമായ ഒരു പോരാട്ടമാണെന്ന്? എല്ലാ മൂലധന ശക്തികളും അവരുടെ ഭാഷയിൽ, എനിക്ക് ആ ഭാഷയില്ല, എല്ലാ തരികിടകളും എല്ലാ വിനാശകാരികളും ചേർത്ത് പിടിച്ചിട്ടാണ് പിണറായി വിജയൻ ഈ പാർട്ടിയെ നയിക്കുന്നത്. ഇല്ലെങ്കിൽ അത് ദേശീയ പാർട്ടിയുടെ ചെലവ് പിന്നെ നടത്താൻ പിണറായി വിജയനാണല്ലോ നടത്തുന്നത്. എവിടെയാണ് ഈ പ്രത്യയശാസ്ത്രം ഉള്ളത്? അല്ല, ദേശീയ തലത്തിൽ അവര് പൂർണ്ണമായിട്ടും തകരും. കേരളത്തിലും ഇത്തവണ അവർക്ക് സീറ്റൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല. പിന്നെ എവിടെ കിട്ടാനാണ്? മുഖ്യമന്ത്രി രാവിലെ തന്നെ EP ജയരാജനെ കടുത്ത രീതിയിൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ കടുത്ത ഭാഷയിൽ തന്നെ ഒരു ശാസിക്കുന്ന രീതി ഉണ്ടായി. ഇത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതെങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അല്ല, അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇവിടെ എല്ലാവരും അറിയുന്ന കാര്യമല്ലേ. ഇതിപ്പോ പുതിയൊരു കാര്യമൊന്നും അല്ലല്ലോ.
EP ജയരാജൻ മട്ടന്നൂരിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ മട്ടന്നൂരിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നതാണ്. അപ്പോഴാണ് ഈ റിയാസിനെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രമുഖരായിട്ടുള്ള പല നേതാക്കളെയും CPM മാറ്റി നിർത്തി. അന്ന് മുതലേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾ കേട്ടു തുടങ്ങിയതാണ്. പിന്നെ എല്ലാം റിയാസിന് വേണ്ടിയിട്ടല്ല, ഈ സ്വത്തൊക്കെ സംരക്ഷിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അടുത്ത തവണ റിയാസ് ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് LDF അവതരിപ്പിക്കാൻ പോകുന്നത്. ഞാനിത് ആദ്യത്തെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ അന്ന് തന്നെ ഞാൻ പറഞ്ഞു, അന്ന് എന്നെ എല്ലാവരും പരിഹസിച്ചു. അടുത്ത തവണ LDF പറയാൻ പോകുന്നത് ഒരു മുസ്ലിം മുഖ്യമന്ത്രി കേരളത്തിൽ വരും. ഇതാണ് അടുത്ത അത് മുസ്ലിം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളോടുള്ള സ്നേഹത്തിന് വേണ്ടിയിട്ടല്ല, ഈ സ്വത്തുകളൊക്കെ സംരക്ഷിക്കണം. അപ്പം അതുകൊണ്ട് CPM-നകത്ത് ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു പാർട്ടി അവരുടെ കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും ഒക്കെയുള്ള നേതാക്കളെക്കാൾ മുകളിൽ ഒരു DYFI നേതാവിനെ കൊണ്ട് ഇരുത്തണമെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. ഒരു കുടുംബാധിപത്യ പാർട്ടിയായിട്ട് CPM മാറുന്നു എന്നുള്ളതാണ്. ഈ മന്ത്രിസഭയിൽ, സംസ്ഥാന മന്ത്രിസഭയിൽ ആർക്കാ അധികാരമുള്ളത്? വലിയ സൈദ്ധാന്തിക ആചാര്യനാണ് MP രാജേഷൊക്കെ. അവരൊക്കെ പറയുന്നത്, അവരുടെയൊക്കെ ആൾക്കാർ പറയുന്നത് അവരുടെ വകുപ്പിലൊന്നും ഒരു കാര്യവും നടത്താൻ സാധിക്കുന്നില്ല, എല്ലാം നടത്തുന്നത് റിയാസാണ്. എല്ലാ മന്ത്രിമാരുടെ വകുപ്പിലും കൈയിട്ട് വാരുന്നത് റിയാസാണ്. പോലീസ് വകുപ്പ് ഭരിക്കുന്നത് റിയാസാണ്. പൊതുമരാമത്ത് വകുപ്പ് അടക്കം എല്ലാ വകുപ്പുകളും, ബാക്കിയുള്ള 19 മന്ത്രിമാരുടെ വകുപ്പിലും ഭരണം നടത്തുന്നത് റിയാസാണ്. ജലജീവൻ മിഷന്റെ കരാറുകാരെ എന്നെ വന്ന് കണ്ടു. അവിടെ ആ റോഷി അഗസ്റ്റിന് ഒരു ഉത്തരവാദിത്വം ഇല്ല, അയാൾക്കൊന്നും അറിയുന്നില്ല. എല്ലാ കരാറുകളും ചർച്ച നടത്തുന്നത്, എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്തുന്നത് റിയാസുമായിട്ടാണ്, എല്ലാ വകുപ്പിലും. CPM തമ്മിലുള്ള തർക്കം പോലും അതാണ് പലതിലും. എല്ലാ വകുപ്പുകളും കൈയിട്ട് വാരുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടി റിയാസാണ്. മന്ത്രിമാരെല്ലാം നോക്കുകുത്തികളായിട്ടിരിക്കുകയാണ്. വലിയ അസംതൃപ്തി CPM-നകത്തുണ്ട്. പുറമേക്ക് കാണുന്നതിനേക്കാൾ വലിയ അസംതൃപ്തി CPM-നകത്തുണ്ട്. അതാണ് പ്രതിഫലിക്കുന്നത്. അതിന് പിന്നെ മറ്റുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് കാര്യമില്ല. CPM-ന് വൻ തകർച്ചയായിരിക്കും കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. അതുപോലെ തന്നെ UDF-ലും അന്തഛിദ്രങ്ങൾ വർദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. ഈ ജൂൺ 4 കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലമായിരിക്കും. രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാൻ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ട്വീറ്റ് ചെയ്തു തുടങ്ങി. ഞാനൊരു മാസമായിട്ട് പറയുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും അത് ഗൗരവമായിട്ട് എടുത്തില്ലല്ലോ. ഞാനിത് ആദ്യമേ പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു എന്നുള്ളത്. രാഹുൽ ഗാന്ധി ഇത് ആദ്യമേ തീരുമാനിച്ചതാണ്. ഇന്ന് വൈകുന്നേരം 5-6 മണി വരെ അദ്ദേഹം വെയിറ്റ് ചെയ്യാണ്, ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുകയാണ്. പക്ഷെ കാര്യങ്ങളെല്ലാം പുറത്തായിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് ജനങ്ങൾ ഇത്തവണ യാത്രയപ്പ് നൽകാൻ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ് വയനാട്ടിലെ ഓരോ ബൂത്തുകളിൽ നിന്നും ഞങ്ങൾ കിട്ടുന്ന പ്രതികരണം. അല്ല, അതെനിക്കറിയില്ല. എന്തായാലും വലിയ പോഞ്ഞ കൊള്ളികൾ പലതും പുറത്താവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ് വലിയ തോതിലുള്ള പിന്നെ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഞാൻ ഇരുന്നത് പറയുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് CPM-നകത്ത് ഒരു EP അല്ല, 1000 EP ജയരാജന്മാരുണ്ട്. ആ ആലപ്പുഴയിലൊന്ന് ചെന്ന് ചോദിച്ചാൽ നമ്മുടെ സുധാകരൻജി പറയും, സ്വകാര്യമായിട്ട് നിങ്ങൾ ചോദിക്കണം. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയെ ഒരു പ്രത്യേക ഗ്രൂപ്പ് വിഴുങ്ങിയിരിക്കുകയാണ് ആലപ്പുഴയിൽ. ആലപ്പുഴയിൽ ബ്രാഞ്ച് തലം മുതൽ ജില്ലാ കമ്മിറ്റി വരെ ഒരു പ്രത്യേക സംഘം വിഴുങ്ങിയിരിക്കുകയാണ്. മാഫിയകൾ, മതതീവ്രവാദവുമായി ബന്ധമുള്ളവർ, മണൽ കടത്തുകാർ, റിയൽ എസ്റ്റേറ്റ് ഗുണ്ടകൾ, ഇവരെല്ലാം ചേർന്ന് ആലപ്പുഴയിലെ പാർട്ടിയെ റാഞ്ചുന്നു മുഴുവൻ. നിങ്ങൾക്കൊക്കെ നല്ല ബന്ധങ്ങളില്ലേ? ആ സുധാകരൻജി പറയുന്നത് അതാണ്. കോൺഗ്രസിലെ സുധാകരൻജി മാത്രമല്ല, മൊത്തത്തിൽ CPM-ലും ഇതുപോലത്തെ ധാരാളം അസ്വസ്ഥതകളുണ്ട്. അതെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പൊട്ടിപ്പുറപ്പെടും. ഒരു സംശയം വേണ്ട, 2 മുന്നണികൾക്കും വലിയ തകർച്ചയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ. അല്ല, ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളിതെല്ലാം മൂടി വയ്ക്കുകയാണ്. എല്ലായിടത്തും ഈ അസംതൃപ്തിയുണ്ട്. അതായത് ചില പാർട്ടിയിലെ അധ്വാനിക്കുന്ന വിഭാഗത്തിന്, പണിയെടുക്കുന്നവർക്ക്, കഷ്ടപ്പെടുന്നവർക്ക്, ത്യാഗം സഹിച്ചവർക്കെല്ലാം കയ്പ് നീരും പുതുതായിട്ട് വന്ന ആൾക്കാർക്കെല്ലാം, പുതിയ കമ്പനികൾക്കെല്ലാം എല്ലാം വാരിക്കോരി കൊടുക്കുന്ന ഒരു നിലയിലേക്ക് പാർട്ടി മാറിയിരിക്കുകയാണ്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള തകർച്ച. അവിടെ ഞാൻ പറഞ്ഞ മന്ത്രിമാരൊക്കെ വെറുതെ ഇരിക്കുകയാണ്.
ഒരു ഓഫീസിലും മന്ത്രിമാർക്ക് പണിയില്ല. പല മന്ത്രിമാരുടെ ഓഫീസിൽ പൂച്ച പെറ്റ് കിടക്കുന്ന പോലെയാണ്, ഒന്നും നടക്കുന്നില്ല. ആലപ്പുഴയിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നോക്കിക്കോ, CPM-നകത്ത് ഉണ്ടാകുന്ന വലിയ തോതിലുള്ള അന്തഛിദ്രം പല മണ്ഡലങ്ങളിലും അത് പ്രകടമാവും. വലിയൊരു തകർച്ച CPM-ന് ഇത്തവണ രാഷ്ട്രീയമായും സംഘടനാപരമായിട്ടും ഉണ്ടാകും. അതെ, വയനാട്ടിലെ ജനങ്ങൾ ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടി രാഹുൽ ഗാന്ധിക്ക് യാത്ര പറയണം എന്നുള്ള ഒരു വലിയ ആവേശത്തോടു കൂടിയാണ് വോട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വയനാട് BJP-ക്ക് അനുകൂലമാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും.